എന്റെ കരുണാകരൻ സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് എണ്ണി തരുന്ന ശമ്പളം നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതൊന്നുമല്ല. നിർത്തടാ. എന്താ സാറിന് മതിയായോ? സാറിന് വയറ് എറിഞ്ഞു? മതിയാല്ലെങ്കിൽ നീ തരാം. മോഹൻ മതിയാക്കാനല്ലേ പറഞ്ഞത്? സർ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം പ്രിയനെ പാർവതി കണ്ടിട്ടില്ല. പ്രിയനോട് ഇവൾക്ക് കുറച്ചു സമയം സംസാരിക്കണമെന്നുണ്ട്. പ്രിയനോട് സംസാരിക്കാൻ ഇവൾക്കെന്താ എന്റെ പെർമിഷൻ? നീ നിന്റെ സൈക്കിളിനല്ലേ വന്നേ? അത് കയറി നേരെ വിട്ടോ. ചർച്ച് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് 2-3 കിലോമീറ്റർ പോയാ അവന്റെ വീടെത്തും. പക്ഷേ ഇന്നത്തെ നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യും. പ്രിയന്റെ വീട്ടിൽ പോയി സംസാരിക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ ഇവൾക്ക് അവന്റെ ഇപ്പോഴത്തെ കണ്ടീഷനൊന്ന് അറിയണമെന്നേ ഉള്ളൂ. ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള പെർമിഷനാ ഇവക്ക് വേണ്ടത്. പെർമിഷൻ അല്ലേ? കാലത്ത് തന്നെ എന്റെ ക്യാബിനിൽ കയറി വന്ന് പാപിയെന്നും ദുഷ്ടനെന്നും വകക്കി കൊള്ളാത്തവനെന്നും വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ തരണം അല്ലേ? അതിന് ഈ കരുണാകരനെ വേറെ ജനിക്കണം. സർ, വേണ്ട ജയന്തി, ഇയാളോട് കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി സമയത്തായാലും അത്യാവശ്യം വന്നാൽ ഫോണിൽ സംസാരിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്ന് കൈലാഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. പെർമിഷൻ നൽകണമെന്ന് ഇയാളോടും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പെർമിഷൻ തന്നില്ലെങ്കിൽ കൈലാഷ് സാർ തരും. എപ്പോഴും കൈലാഷ് സാറിന് എന്തിനെതിൽ വലിച്ചിടണേ? 5 മിനിറ്റ് തരും. 5 മിനിറ്റ്. അതിനുള്ളിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചോളണം. മനസ്സിലായോ? വാ. കരുനാഗം 5 മിനിറ്റ് സംസാരിക്കാനാ പെർമിഷൻ തന്നിരിക്കുന്നത്. അതൊന്നും നീ നോക്കണ്ട. പ്രിയനോട് നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറയും. നിന്റെ വിഷമം മാറുന്നവരെ നീ സംസാരിച്ചോ. മോഹൻ ചേട്ടാ, ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ച ഫോൺ എടുക്കുന്നത് പ്രിയൻ ചേട്ടന്റെ അമ്മയാണെങ്കിലോ?